ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് വീട്ടിലെ മണ്ണ് വെച്ച് എങ്ങനെ ക്ലേ ഉണ്ടാക്കാമെന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മണ്ണെടുത്തിട്ട് അതിൽ നിറച്ചും വെള്ളം നിറച്ചിട്ട് ഒരു കോല് കൊണ്ടോ കൈ കൊണ്ടോ ഇളക്കണം. കൈ കൊണ്ട് മാക്സിമം ഇളക്കാൻ ശ്രമിക്കുക. കൈ കൊണ്ട് ഇളക്കുമ്പോഴത്തേനും അതിൽ കട്ടയും ചെളിയും എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ആ വെള്ളവും ചെളിയും നമുക്ക് ഒരു തോർത്ത് വിരിച്ചിട്ട് ബക്കറ്റിലേക്ക് ഒരു ചെളീൻ്റെ മിക്സ് നമുക്ക് അരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ചെളി നമുക്ക് നന്നായി ഒന്ന് അരിച്ച് അതൊരു കുഴമ്പ് പരുവത്തിലാക്കിയെടുത്താൽ മാത്രമേ നമ്മുടെ ക്ലേൻ്റെ ആദ്യത്തെ മിക്സ് ശരിയാവുള്ളൂ. അത്രയും മിക്സ് ശരിയായാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതങ്ങനെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഇതൊന്ന് അരിച്ച് കുഴച്ച് കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ട് അത് നന്നായി അതിൻ്റെ ഊപ്പാടിളകുന്ന വരെ ആയിരിക്കണം. എന്നാൽ മാത്രമേ ശരിയാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ശരിയായില്ല എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും. ഡീറ്റെയിൽ വീഡിയോ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായി അരിച്ച് നന്നായി അടിപൊളിയായിട്ട് അരിക്കണം. വീട്ടിലെ സാൻഡ് വെച്ചിട്ട് നമുക്ക് ഇതിൽ ബീച്ചിലൊക്കെ ഇടുന്ന സാൻഡ് വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ വരുന്നത് അതിൻ്റെ അകത്തുള്ള മണ്ണും ചെളിയും കട്ടയായിട്ടുള്ള ചെളിയൊക്കെ എടുത്ത് നന്നായി കളഞ്ഞതിന് ശേഷം അതിൻ്റെ അടിയിലുള്ള കിരികിരാതിരിക്കുന്ന മണ്ണ് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഒന്നും കൂടെ അരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇടുന്ന ചെറിയ ചെറിയ കല്ലുകൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് ഒന്ന് അരിച്ചിട്ട് വരാവേ. അപ്പം ഇത് ഞാൻ മൊത്തം അരിച്ചിട്ടുണ്ട്. അപ്പം കണ്ടോ, അതിൽ ചെറിയ ചെറിയ തരികൾ പോലും ഇല്ല. ഇനി അത് നമുക്ക് 10 20 മിനിറ്റ് ഒന്ന് മൂടാൻ വെക്കാം. അതിൻ്റെ അകത്തുള്ള ചെളി അപ്പോഴും നമ്മളെടുത്ത് കളയണം. ഇനി നമുക്ക് ആ തോർത്തൊന്ന് നന്നായി കഴുകിയെടുക്കാവേ. ആ കഴുകുന്ന തോർത്തിൽ നമുക്ക് ഇതിൻ്റെ പൊക്കത്ത് വിരിച്ചിടാനുള്ളതാണ്. ശരിക്കും അത് 2 3 മണിക്കൂർ വെക്കണം. പക്ഷേ ഞാനിവിടെ 1 മണിക്കൂറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ 1 മണിക്കൂർ വെച്ചപ്പോഴത്തേനും അത് ഊന്നില്ല. ആ വെള്ളം തെളിയുന്നോളം വരെ നമ്മൾ വെക്കണം. ഞാനിത് ശരിക്കും വെച്ചപ്പോൾ അത് തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അവിടെ വെച്ച് അത് നിർത്തി. അടിയിലുള്ള വെള്ളത്തിൻ്റെ ചെളി വളരെ കുറവായിരിക്കും നമ്മൾ തെളിയാതെ വെക്കുമ്പോൾ. അപ്പം നമ്മുടെ ക്ലീൻ്റെ അളവും കുറയും. അതുകൊണ്ട് തന്നെ മാക്സിമം തെളിയാൻ വെക്കാൻ ശ്രദ്ധിക്കുക. ക്ഷമയുള്ളവരത് തെളിയാൻ വെച്ചോളൂ. അപ്പോൾ നമുക്ക് തെളിച്ചിട്ട്